ഇന്നത്തെ എന്റെ വ്ലോഗ് ഹോം ടൂർ. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ അമ്മമ്മ മീൻ മുറിക്കാണ്. അമ്മ ഇവിടെ പച്ചക്കറി അരിയാണ്. ഈ വീട്ടിലൊരു കണ്ടന്റും ഇല്ലല്ലോ. കൊണ്ടോ ഈ എന്താണ് മോളെ ഇങ്ങനത്തെ വർത്താനൊക്കെ പറയുന്നേ? അന്നെ പോലെ അടുത്തൊക്കെ പെൺകുട്ടികളില്ലേ? ഓരൊക്കെ ഇമ്മാരി വർത്താനാണോ പറയണേ? ഇനി ഇത് ആരോടും പറയാൻ നിക്കണ്ട. നമ്മള് രണ്ടാള് മാത്രം അറിഞ്ഞാ മതി. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മാമന്മാര് വരട്ടെ. അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? എന്താണ് യൂത്ത് അയക്കണം പോത്തയക്കണം രാവിലെ തന്നെ സൗകര്യം തരരുത് കേട്ടാ. ഓ മർച്ചനേവിക്കാര് വന്നോ? ഇവള് കണ്ടാ കൊണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്തേക്ക് ചാടുന്നു. ഓ മൈ ഗോഡ്, ദിസ് ഈസ് സോ ബോറിംഗ് ആൻഡ് യു ഗൈസ് ആർ സ്പോയിലിംഗ് മൈ ലൈഫ് ആൻഡ് ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ്. എന്താ ബ്രോ മൊടയാണോ? എന്തിന്ന് മൊടയാണോന്ന്? അണ്ണാ കൊച്ചിന് യൂട്യൂബിലിടാൻ വല്ല പാട്ടോ ഡാൻസോ വല്ലതും സെറ്റായി കൊടുക്കി. ആഹാ അത്ര ഉള്ള. എന്നാ എന്റെ മത്തിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ അങ്ങ് ഇട്ടാലാ? ആ ബെസ്റ്റ്. ഓ ഒരു മത്തിക്കറി ഉണ്ടാക്കുന്നപ്പോ ആൾക്കാരെ കാണിക്കാറ്റാ, അതും ഈ കരിഞ്ഞ ചട്ടിയില്. എന്നാ പിന്നെ നമ്മളെ മറ്റായിട്ട് എടുക്കാം. എന്നാ വെക്കട പ്രാഞ്ചി പാട്ട്. നിർത്ത്. ദേ മമ്മി പിണങ്ങി. അയ്യോ അയ്യോ അമ്മേനെ കൂടി കൂട്ടി എന്തെങ്കിലും ചെയ്യണം. എന്നാ പിന്നെ ഞാൻ മറ്റേ നിൽക്കട്ടെ. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ പട്ടുടുത്തു പൊട്ടു തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ കണ്ടരട്ടി ഏട്ടായി താങ്ക് യു. സോറി മാമ താങ്ക് യു. ഒരു കളർഫുൾ ഫാമിലി ആണ് ഇവിടെ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അടിപൊളി. യെസ്, ഞാൻ ഒരു മാമന്റെ അടുത്ത് നിൽക്കട്ടെ. നിങ്ങളുടെ ശരിക്കും മാമന്മാരെ ഇവര് ആണ്? ഓ എനിക്ക് ഇങ്ങനെ ഒരു മാമന്മാരില്ലാതായി പോയല്ലോ. എനിക്ക് ഇത്രയും നല്ല മാമന്മാരുണ്ട്. ഞാൻ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിയാനെ. ഇത്രയല്ല സ്വാസിക, ഇത് 3 ആളെ ആയിട്ടുള്ളൂ. എനിക്ക് ഇനിയും 2 കസിൻസും. ഓ അത് ശരി. പക്ഷെ വന്ന 3 മാമന്മാര് ചുള്ള മാമന്മാരായിരുന്നു. സൂപ്പറായിരുന്നു. പേര് പറയൂ. എന്റെ പേര് ഷിദിൻ. എന്ത് ചെയ്യുന്നു? ഞാൻ PSC ഓഫീസിൽ വർക്ക് ചെയ്യാണ്. സൂപ്പർ. അമ്മയുടെ പേര് പറയൂ. ഹേമലത. ഇനി മാമന്റെ പേരെന്താണ്? വിഷ്ണു. എന്ത് ചെയ്യണോ? പഠിക്കാണ്. എന്തിന്? അല്ല എന്ത്? പോവാണ്. എന്തിനോ? രോഹിത് ആപ്പ് ഡെവലപ്പർ. ഏതൊക്കെ ആപ്പ് ഡെവലപ്പ് ചെയ്തു? ഇപ്പൊ ജസ്റ്റ് ഒരു മണി മാനേജ്മെന്റ് ആപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. യെസ്. ഞങ്ങളുടെ സൗന്ദര്യം കൂട്ടാനുള്ള ആപ്പ് വല്ലതും ഉണ്ടോ? ഇനി കൂട്ടാനില്ലല്ലോ. എനിക്ക് അതെ. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു കളർഫുൾ പെർഫോമൻസ് ശ്വേതാജിയുടെ അഭിപ്രായം എനിക്ക് കേൾക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു എല്ലാം ഫാമിലീസ് എല്ലാവരും ഉണ്ട്. എല്ലാം തലമുറകള് എന്താ പറയാ, നല്ല നല്ല കണ്ടന്റ്സ് നമുക്ക് കാണാം. ചില ആൾക്കാർ വേറെ എന്തെങ്കിലും ഇത്. പക്ഷെ ഇത് ഇന്നത്തെ കുട്ടികൾക്ക് ഇതാണ് വേണ്ടത്. അവർക്ക് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് എന്താ പറയുക ഒരു അക്കൗണ്ട് കൊടുത്താൽ അവർ ഇതൊക്കെയാണ് ചെയ്യുക. അവർക്ക് കണ്ടന്റ് ആണ് വേണ്ടത്. അവർക്ക് എങ്ങനെയെങ്കിലും ലൈക്സ് കൂട്ടണം, കുറച്ച് കാശ് വേണം, പോക്കറ്റ് മണി ചെയ്യണം, അല്ലാതെ ഒരു വീട് വാങ്ങണം. മീൻസ് എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സിന്റെ മുമ്പ് തന്നെ അവർ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കാനുള്ള അവർ മെച്ചോർഡായി. അതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളിവിടെ ഈ വേദിയിൽ ഭയങ്കര ക്യൂട്ടായിട്ട് ഷോർട്ട് ക്യാപ്സ്യൂൾ എന്ന് പറയില്ലേ, ചെറിയൊരു ക്യാപ്സ്യൂളിൽ നിങ്ങൾ കാണിച്ചു. വെരി ഗുഡ്. പക്ഷേ ഇവിടുത്തെ സ്റ്റാർ അമ്മയായിരുന്നു ഹേമലത. ആന്റീന്റെ ആ ഒരു ബീറ്റ് പിടിക്കണം. കസ്തൂരി
അപ്പൊ നല്ല ഒരു സീരിയസ്ലി വെരി നൈസ്. നിങ്ങൾ 3 പയ്യന്മാരും ചുള്ളന്മാര് ചുള്ളന്മാരല്ല, ചുള്ളന്മാര് അത് ചുള്ളന്മാരെന്നെയാ പറഞ്ഞത്. ചുള്ളന്മാര് നന്നായി പെർഫോം ചെയ്തു. സൂപ്പർ. ഐ Thank you, ma'am. Thank you. റിയലി ലവ്ഡ് ഇറ്റ്. സൂപ്പർ എന്റർടൈൻമെന്റ് ആയിരുന്നു. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഞാനായിരുന്നെങ്കിൽ 9 മാർക്ക് കൊടുത്തേനെ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ എന്റെ ഇതിൽ കൊടുക്ക്. ഞാൻ മാർക്കില് എന്റെ ഈ ചുള്ളം മാർക്കാണ് എന്റെ മുഴുവൻ മാർക്ക്. പിന്നെ എന്റെ ഈ ഞാൻ ഹേമലത്തെയും പിന്നെ വിഷ്ണുവിന്റെ ആ ഒരു പെയറിങ്ങിന് 0.5 എക്സ്ട്രാ കൊടുത്തു. സൂപ്പർ. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ കുട്ടികളെ. ഞാൻ ഇവിടെ പറയുന്ന കേട്ടില്ലേ, ഞാൻ പഠിപ്പിച്ചുതരാം കേട്ടോ. സ്റ്റെപ്പ് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. എല്ലാവർക്കും ഞാൻ പഠിപ്പിച്ചുതരാം. ശ്വാസു, എന്തോ നമ്മളെല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരില്ലേ ഈ സീസൺ കഴിയുമ്പോ? അപ്പൊ ആരാ പഠിപ്പിക്കാന്ന് നമുക്കറിയാലോ. നിങ്ങൾ മാരീഡ് ആണോ? വൈഫും മോനും ഉണ്ട്. ഒന്ന് വിളിക്കട്ടെ. നിങ്ങളോ? അല്ല. അതാ പക്ഷെ പ്രായം ഏട്ടനും മോളെയും കൂടി ഒന്ന്, ഞങ്ങളെല്ലാവരും ഫാമിലിയും വന്ന ഫാമിലി മെമ്പേഴ്സിനെ പോയി. വിഷ്ണു ചെറുത്. ഞാൻ ഹേമലത അമ്മയടുത്ത് നിൽക്കാം. അതാ നല്ലത്. ഹായ് വാവേ, പേര് പറയൂ ചേച്ചി. പേരെന്താ? ദീദി, ഗീതി. എന്താ പേര്? നെച്ചു, നെതാൻ. ഓക്കെ. പേര്? ആൻ സാന്ദ്ര. ആൻ സാന്ദ്ര. അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ഫാമിലിയിൽ വന്നിട്ട്? എന്ത് തോന്നി? ഇവരുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഓ, അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. സൂപ്പർ.